പൊളിഞ്ഞത് കേന്ദ്ര തന്ത്രമോ എന്നുള്ളതാണ് ചോദ്യം. കേന്ദ്രതന്ത്രം പൊളിയുകയും എന്നാൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയും ചെയ്യുകയാണ്. ഈ വനിതാ സംവരണ ബില്ലിൽ പരാജയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ BJP അതിനകത്തൊരു രാഷ്ട്രീയ വിജയം മണക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണം. ഒന്ന്, ഇതെന്തുകൊണ്ട് കേന്ദ്ര നീക്കം പാളി, അതെങ്ങനെയാണ് പ്രതിപക്ഷത്തിനൊരു രാഷ്ട്രീയ വിജയമായി മാറുന്നത്? ഞാൻ വിചാരധാരയുടെ ഗോൾവാൾക്കർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഫെഡറൽ ഘടനയെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ആഴത്തിൽ കുഴിച്ചു മൂടുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും ഫലപ്രദവുമായ നടപടി. എന്നിട്ട് ഒരു രാജ്യം, ഒരു ഭരണകൂടം, ഒരു നിയമസഭ, ഒരു ഭരണനിർവഹണ വിഭാഗം എന്ന് പ്രഖ്യാപിക്കുക. വിചാരധാരയിലുള്ളതാണ്, പറഞ്ഞത് ഗോൾവാൾക്കറാണ്. യഥാർത്ഥത്തിൽ വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിൽ കേന്ദ്രം നടത്തിയ ഈ നീക്കത്തെ പൊളിച്ചു എന്നതാണ് എൻ്റെ വാദം. അതായത് വനിതാ സംവരണ ബിൽ എന്ന മട്ടിൽ അവതരിപ്പിച്ച 131 ഭരണഘടനാ ഭേദഗതി ബില്ല് യഥാർത്ഥത്തിൽ ഒരു ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണയത്തിനു വേണ്ടിയും ആ മണ്ഡല പുനർനിർണയത്തിനു വേണ്ടി ഹിന്ദി ഹാർട്ട്ലാൻഡ്, ഹിന്ദി ഹൃദയഭൂമിയിലെ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ വളക്കൂറുള്ള മണ്ണ് ലോക്സഭയിൽ ഒരുക്കിയെടുക്കാനും വേണ്ടിയുള്ള തന്ത്രത്തെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പൊളിച്ചു എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. അത് കഴിഞ്ഞ 12 വർഷത്തിൽ ഇതാദ്യമാണ് എന്നുള്ളത് നമ്മൾക്ക് ചെറുതല്ലാത്ത സന്തോഷവും നൽകുന്നുണ്ട്. വലിയ ഇരുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു ജനാധിപത്യത്തിന് പ്രതീക്ഷയുടെ ഒരു കീറു വെളിച്ചമായി മാറുന്നു 230 അംഗങ്ങളുടെ ആ നോസ് എന്നിന്നലെ ലോക്സഭയിൽ മുഴങ്ങിക്കേട്ട ശബ്ദം. വേണ്ടുന്ന 3/2 ഭൂരിപക്ഷമായ 352 ലഭിക്കാതെ പോകുന്ന നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ കൊണ്ടുവരുന്നൊരു ബില്ല് കഴിഞ്ഞ 12 വർഷത്തിൽ ആദ്യമായി പരാജയപ്പെടുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ, ജമ്മു കാശ്മീരിന് കൊടുത്ത ഓട്ടോണമി പദവി പിൻവലിച്ചതിലൂടെ, 370 സ്ക്രാപ്പ് ചെയ്തതിലൂടെ ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമം പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു ദുഷ്ടലാക്ക്? ഒന്ന്, ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതാണ്. എങ്ങനെയാണ് അത് വർദ്ധിക്കുക? ഉത്തർപ്രദേശിൻ്റെ അംഗസംഖ്യ 80-ൽ നിന്ന് 143 മാറുകയും കേരളത്തിൻ്റെ അംഗസംഖ്യ 20-ൽ നിന്ന് കേവലം 23 മാത്രം മാറുകയും ചെയ്യും. ജനസംഖ്യ നിയന്ത്രണം നന്നായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളെ പീനലൈസ് ചെയ്യുമ്പോൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ, ലോക്സഭയിൽ വേണ്ടത്ര പ്രാതിനിധ്യം ഉണ്ടാവില്ല. ഒറ്റ കണക്ക് മാത്രം പറയാം. 543-ൽ നിന്ന് 816-ലേക്കോ 850-ലേക്കോ ലോക്സഭയുടെ വലിപ്പം മാറുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് 5 സംസ്ഥാനങ്ങൾക്ക് 33.33% എന്ന പ്രാതിനിധ്യത്തിൽ നിന്ന് 39.70% വർദ്ധിക്കും. കേരളം, തമിഴ്നാട്, കർണാടക, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടേത് 23.75-ൽ നിന്ന് 23.89% മാത്രമായി നാമമാത്രമായ ഒരു 0.136% വർധനവ് മാത്രമുണ്ടാവും. ഈ വലിയ വ്യത്യാസം BJPക്ക് കൊടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം ചെറുതായിരിക്കില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ പൊളിഞ്ഞു വീണത്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബില്ലിൻ്റെ മറവിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്താണ്? യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ ബില്ല് നടപ്പാക്കുന്നതിനുള്ളൊരു സാങ്കേതികമായ പ്രശ്നം പുതിയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡീലിമിറ്റേഷനാണ് ഇതിൻ്റെ പ്രീ കണ്ടീഷൻ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപാധി. 2029 ബില്ല് നടപ്പാകുമോ? നടപ്പാവില്ല. നടപ്പാകണമെങ്കിൽ 2027 സെൻസസ് കഴിഞ്ഞ് 28 റിപ്പോർട്ട് പുറത്തു വന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇതിനെക്കുറിച്ച് പഠിച്ച് മാനദണ്ഡങ്ങൾ പ്രകാരം അത് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഈ അംഗസംഖ്യ മനസ്സിലാവൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ആണധികാരത്തെ എന്നേക്കുമായി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ളതാണ്. അംഗസംഖ്യ എങ്ങനെയാണ് നോക്കൂ. നിലവിലുള്ള അംഗസംഖ്യയിൽ 181 പേരായിരിക്കും സ്ത്രീകൾ വരിക. ഇപ്പോഴത്തെ വനിതാ സംവരണ നിയമ ഭേദഗതി നടപ്പിലാക്കുകയാണെങ്കിൽ ഈ അംഗസംഖ്യയിൽ 181 പേരുണ്ടാകുമായിരുന്നു. ഇനി അത് വർദ്ധിക്കുകയാണെങ്കിൽ 816 ആകുമ്പോൾ 284 വനിതകളാവും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴുള്ള 543 എന്ന സംഖ്യയിലാണ് വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്നതെങ്കിൽ 362 ആണുങ്ങളും 181 സ്ത്രീകളും ഉണ്ടാവും. എന്നാൽ 816 അത് വർദ്ധിക്കുകയാണെങ്കിൽ 566 പുരുഷന്മാരും 284 സ്ത്രീകളും ഉണ്ടാവും. ഇപ്പോഴുള്ള മുഴുവൻ പുരുഷന്മാർക്കും അധികാരം ഉറപ്പിച്ചു നിർത്തി അവരുടെ അടുത്ത തലമുറയ്ക്ക് കൂടി അധികാരം ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. ആ തന്ത്രത്തെ കൂടി രാജ്യം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാണ് അധികാരം ഉറപ്പിച്ചു നിർത്താൻ, 2 ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കുടിലമായ തന്ത്രമായിരുന്നു. അതാണ് വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ കൊണ്ടുവന്നത്. വനിതകളെ അതിന് കവചമായി ഉപയോഗിച്ചു എന്നത് പൊളിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ്. BJP എതിരെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ടേക്ക്. Meet the editors.